ജയ്പൂരിലെ രണ്ടാം ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആകർഷ് ബ്രോയുടെ വീട്ടിൽ നിന്നുമായിരുന്നു. എനിക്കായി ചോറും രാജ്മാ കറിയും അതും കഴിച്ച് ബ്രോയുടെ കൂടെ ജയ്പൂർ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. സിറ്റിയിലെ അധിക വീടും നല്ല പഴക്കം ചെന്നതാണ്. ഞങ്ങൾ ആദ്യം പോയത് മങ്കി ടെമ്പിളിലേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, പോകുന്ന വഴിയിൽ വരെ നിറയെ കുരങ്ങന്മാരായിരുന്നു. സിറ്റിയിൽ നിന്നും കുറച്ചു മാറി ഒരു മലയുടെ മുകളിലാണ് ഈ ടെമ്പിൾ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മലയിൽ പുള്ളിപ്പുലിയെ വരെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ടെമ്പിളിൽ വരുന്നവർ ഇവിടെ ഹോളി ബാത്ത് എടുക്കുന്നത് നമുക്ക് കാണാം. ഏൻഷ്യൻ ആർക്കിടെക്ചറിലുള്ള ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നേരെ സൺ ടെമ്പിളിലേക്ക്. ഇവിടെ നിന്നാൽ ജയ്പൂർ സിറ്റി മുഴുവനായി കാണാം. ഈവനിങ് സൺസെറ്റ് കാണാൻ പറ്റിയ സ്പോട്ടാണിത്. പിന്നെ ആൽബർട്ട് ഹാൾ മ്യൂസിയം, രാജസ്ഥാനിലെ ഏറ്റവും പഴക്കമുള്ള മ്യൂസിയം ആണിത്. ഇവിടെ ഈജിപ്ഷ്യൻ മമ്മി വരെ ഉണ്ട്. അവിടുന്ന് പിന്നെ ഹവാ മഹലിലേക്കാണ് പോയത്. ദ ഐക്കോണിക് വിൻഡ് പാലസ്. ചെറിയ രീതിയിൽ മയം പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയ്പൂർ കുൽഫിയും ട്രൈ ചെയ്തു. മയത്ത് കുൽഫി അടിപൊളി. പിന്നെ ജന്തർ മന്ദർ, സിറ്റി പാലസ്. ഞങ്ങൾ പിന്നെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനാണ് പോയത്. പാവ് ബജി, അതുപോലെ സ്റ്റോൺ ആപ്പിൾ ജ്യൂസ്. വുഡ് ആപ്പിൾ എന്നും പറയും, ബേൽ ജ്യൂസ് എന്നും പറയും. ബേൽ ജ്യൂസ് എന്ത് ടേസ്റ്റ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. രാജസ്ഥാൻ വന്നാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം.